നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലം കാത്തുവയ്ക്കുന്ന ചില ചരിത്ര നിമിഷങ്ങളുണ്ട്. അതുപോലെ ഒരു ചരിത്ര നിമിഷമായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ സംഭവിച്ചത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലും എത്തി. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വൈറൽ വീഡിയോകളുണ്ട്. ആ സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിൽ സംഭവിച്ച ചില രസകരമായ സംഭവങ്ങൾ. ഇന്ന് പിണറായി വിജയൻ ആ വേദിയിലേക്ക് എത്തുമ്പോൾ വലിയ കൂക്കി വിളിയായിരുന്നു. പക്ഷേ പിണറായി വിജയൻ അറിയാൻ കൂക്കിവിളി ഉണ്ടാകും. അതുകൊണ്ട് ഇതൊന്നും കേട്ട മട്ടും ഭാവവും കാണിക്കാതെ പിണറായി മറ്റേ പോഞ്ഞിക്കര നിൽക്കുന്നത് പോലെ ഒരൊറ്റ നിൽപ്പായിരുന്നു വേദിയിൽ. സദസ്സിലേക്കൊന്നും നോക്കാനേ തയ്യാറായില്ല. കാരണം ഒരറ്റത്തൂടെ കൂക്കിവിളി തുടങ്ങി അതങ്ങ് പടരുകയായിരുന്നു. എം.വി. ഗോവിന്ദൻ വന്നപ്പോഴും കൂക്കിവിളിയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തം, അത് രേവന്ത് റെഡ്ഡിയും പിണറായിയും ആ ഒരേ വേദിയിൽ ഒരൊറ്റ ഫ്രെയിമിൽ വന്നതാണ്. ഇതാണ് കാലം കാത്തുവെച്ച ചില ചരിത്ര നിമിഷങ്ങൾ. പണ്ടൊക്കെ പിന്നെ എന്നായിരുന്നു, ഇപ്പോൾ ഓൺ ദ സ്പോട്ടിലാണ് കിട്ടുന്നത്. ഡാഷ് മോനെ രേവന്തേ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞ് നിന്നെ ഒന്ന് കാണണം എന്നായിരുന്നു പിണറായി വിജയൻ ഡയലോഗ് അടിച്ചത്. അപ്പോൾ കാണിച്ചു തരാമെന്നായിരുന്നു കപ്പിത്താൻ്റെ വൻ പ്രഖ്യാപനം. 3.0 കിട്ടും എന്നുള്ള അഹങ്കാരത്തിലായിരുന്നു ഈ വലിയ ഡയലോഗൊക്കെ എടുത്തു വെച്ചങ്ങ് കീച്ചിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 8 നിലയിൽ പൊട്ടി. ഈ വേദിയിൽ വെച്ച് രേവന്ത് റെഡ്ഡിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്ത ഗതികേടിൽ പതറിപ്പോയ പിണറായിയെ നമുക്ക് ആ നിമിഷത്തിൽ കാണാം. പ്രത്യേകിച്ച് രേവന്ത് റെഡ്ഡിയും പിണറായി വിജയനും ആ ഒരൊറ്റ ഫ്രെയിമിൽ എത്തിയതോടുകൂടി, ഒറ്റ വേദിയിൽ എത്തിയതോടുകൂടി വലിയ ആവേശത്തിൽ കോൺഗ്രസ്സുകാർ രേവന്ത് റെഡ്ഡിക്ക് കരഘോഷം മുഴക്കുകയായിരുന്നു. പിണറായി അവിടെ ആകെ വെട്ടി വിയർത്ത് നിൽക്കേണ്ട ഗതികേടിലും എത്തി. ചില ഡയലോഗുകൾ അടിക്കുമ്പോൾ പിണറായി ഒന്ന് ശ്രദ്ധിക്കണം. അടിച്ചാൽ ചിലപ്പോൾ അത് തിരിച്ചടിക്കും. പ്രത്യേകിച്ച് പിണറായിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിച്ച ഡയലോഗ് എല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് രേവന്ത് റെഡ്ഡിയും പിണറായിയും ആ ഒരൊറ്റ വേദിയിൽ എത്തിയപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർക്ക് ഇത്ര ആവേശം? ഇരുവരും തമ്മിലൊന്ന് കൊമ്പ് കോർത്തിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി റെഡ്ഡി ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക്. രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ പോ മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഡയലോഗ് അടിച്ചുകൊണ്ട് നല്ല മാസ് മറുപടി കൊടുത്തിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത്. എന്നാൽ രേവന്ത് റെഡ്ഡിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പിണറായി വിജയൻ മറുപടി കൊടുത്തത് പോ ഡാഷ് മോനെ രേവന്തേ എന്നായിരുന്നു. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിയെ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നു. തിരിച്ച് രേവന്ത് റെഡ്ഡി കാണിച്ചതും ഒട്ടും ശരിയല്ല. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നു പിണറായി വിജയൻ. അദ്ദേഹത്തെ പോ മോനെ വിജയ എന്ന് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പിണറായി വിജയന്റെ തിരിച്ച് ഉള്ള മറുപടി കുറച്ച് കടന്നുപോയി. അതിനൊപ്പം പിണറായി ഒരു പഞ്ച് കിട്ടുന്നതിന് വേണ്ടി വീണ്ടും ഡയലോഗ് അടിച്ചു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് വന്നോട്ടെ, എന്നിട്ട് നിന്നെ കാണിച്ചു തരാമെന്ന്. എന്നിട്ട് നിന്നെ കാണിച്ചു തരാം രേവന്തേ എന്നായിരുന്നു പിണറായി പറഞ്ഞത്. പക്ഷേ കാണിച്ചു കൊടുത്തത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ്. അടപടലൻ തേഞ്ഞൊട്ടി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് പിണറായി വന്നിരിക്കുന്നു. വി.ഡി. സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പിണറായി അവിടെ പോകുമ്പോൾ കോൺഗ്രസ്സുകാർ നല്ല ഊറ്റം കൊണ്ട് പിണറായിക്ക് കൂക്കി വിളിക്കുകയായിരുന്നു. ഇതൊക്കെ മേടിച്ചു കൂട്ടുന്ന അടികളാണ്. ചില പ്രഖ്യാപനങ്ങൾ ഈ ഫാൻസിനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഓരോന്നൊക്കെ എല്ലാ നേതാക്കന്മാരും ഇതൊന്ന് മാതൃകയാക്കണം. കാരണം എല്ലാവരും ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഈ മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഒരു ആവേശത്തിന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ പിന്നെ അത് ബൂമറാങ്ങായിട്ട് തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ വാക്കും പ്രവൃത്തിയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പിണറായിയെ പോലെ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരും. രേവന്തിനാകട്ടെ ഒരു ചെറു പുഞ്ചിരിയായിരുന്നു പിണറായി വിജയനെ കണ്ടപ്പോഴൊക്കെ. അങ്ങനെ നേർക്കുനേർ മുഖാമുഖം ഇരുവരും വന്നില്ല. പക്ഷേ രേവന്ത് റെഡ്ഡി, അത് കഴിഞ്ഞിട്ട് മറ്റൊരു നേതാവ്, അതിനിപ്പുറത്ത് പിണറായി വിജയൻ, അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയി രേവന്ത് റെഡ്ഡിയും പിണറായിയും ഒന്ന് നേർക്കുനേർ നോക്കിയിരുന്നെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരു ആവേശത്തിലേക്ക് ഈ കോൺഗ്രസ്സുകാർ എല്ലാവരും എത്തി. എന്തായാലും പിണറായി വിജയൻ ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല. മുൻ മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് ചെല്ലുമ്പോൾ ഇത്തരത്തിൽ കൂക്കിവിളി കിട്ടണമെങ്കിൽ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പിണറായി എത്രത്തോളം കോൺഗ്രസിനെ അടിച്ചമർത്തി, കോൺഗ്രസിൻ്റെ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങുന്ന KSU യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച് ചോര തുപ്പിച്ചു. അതിൻ്റെ പ്രതികരണമാണ് ഇന്നവർ തിരിച്ചു കൊടുത്തത്.
പക്ഷേ ഇതേ സ്ഥാനത്ത് ഒരു VSO അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നു, മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ഇന്ന് ആ വേദിയിൽ പോയിരുന്നതെങ്കിൽ ഈ ഒരു കൂക്കിവിളി ഉണ്ടാകുമായിരുന്നില്ല. MV ഗോവിന്ദൻ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് UDF-ന്റെയും ഒക്കെ നേതാക്കൾ, പ്രവർത്തകരെല്ലാവരും കൂടി ഇളകി ഇറങ്ങി പറഞ്ഞത് UDF-ന്റെ വിജയശില്പി ദേ പോന്നു MV ഗോവിന്ദൻ എന്ന്, ഗോവിന്ദ ഓ ഗോവിന്ദ എന്ന് കളിയാക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒന്ന് ഓർത്തു നോക്കണം, ഈ MV ഗോവിന്ദനാണ് ഇന്ന് സത്യപ്രതിജ്ഞാ വേദിയിൽ വെച്ച് കൂക്കിവിളി നേരിടേണ്ടി വന്നത്. മറ്റൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ആൾ, ആ മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം വലിയൊരു കൂക്കിവിളി ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെങ്കിൽ ഈ 10 വർഷക്കാലം അവരെ അടിച്ചമർത്തിയതിൻ്റെ രോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഭരണാധികാരികൾ വാളെടുത്ത് സ്വന്തം ജനത്തിന് നേരെ വീശരുത്. അങ്ങനെ വീശിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തിരിച്ചടിക്കും. അന്ന് അവർ നൽകുന്ന തിരിച്ചടി നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പിണറായിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. എന്തായാലും രേവന്ത് റെഡ്ഡിയും പിണറായി വിജയനും ഒരേ വേദിയിൽ വന്നതിൻ്റെ ആവേശം അത് മതിയാവോളം ആസ്വദിക്കുകയായിരുന്നു ആ വേദിയിൽ തിങ്ങി നിറഞ്ഞു നിന്ന പ്രവർത്തകർ എല്ലാവരും. അവരുടെ ആ സമയത്തെ ഒരു ആവേശമൊക്കെ ഒന്ന് കാണണം. അണ പൊട്ടി ഒഴുകുകയായിരുന്നു ആവേശം. ചില്ലറ പണിയൊന്നും അല്ലല്ലോ രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് പിണറായിക്ക് ഇട്ട് കൊടുത്തിട്ട് പോയത്. നിരന്തരം പിണറായിയെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ UDF-ന്റെയോ മറ്റ് നേതാക്കൾ പോലും പിണറായിയെ ഇത്രത്തോളം വിമർശിച്ചിട്ടുണ്ടാകില്ല. അത്രത്തോളം വലിയ വിമർശനങ്ങളാണ് രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ചുരുങ്ങിയ ദിവസങ്ങളിൽ പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടി വിജയ 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 എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നത് രേവന്ത് റെഡ്ഡിയാണ്. മാത്രമല്ല രേവന്ത് റെഡ്ഡിക്കും DK ശിവകുമാറിനുമൊക്കെ ഒരു പ്രത്യേക ഫാൻസ് കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ട്. കാരണം ഇരുവരും ശക്തരായ നേതാക്കളാണ്. അവർ എന്ത് കാര്യം ഒരു പ്രഖ്യാപനം നടത്തിയാലും അത് നടപ്പിലാക്കും. അതിന് ആർജവമുള്ള നേതാക്കളാണ് DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും എന്ന് കോൺഗ്രസ്സുകാർ ആവേശം കൊള്ളുന്നത്. ദൊഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ അത്ര നിസ്സാരക്കാരനല്ല എന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉയർന്ന ആ ഒരു ആരവത്തിലൂടെ വീണ്ടും ആവർത്തിച്ച് കേരളത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. DK ശിവകുമാർ ഒരു കൊമ്പൻ തന്നെയാണ്. എന്തായാലും VD സതീശന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വമ്പൻ ഒരു സംഘം തന്നെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണത്. ഈ പറയുന്ന വിള്ളലും കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലികളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ടീം UDF എന്ന പ്രതീതി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് രേവന്ത് റെഡ്ഡി കടന്നു വന്ന് പിണറായിക്കിട്ട് നല്ല ഒന്നാം തരം താങ്ങ് കൊടുത്ത് പോയിരിക്കുന്നത്. കൂടുതൽ ഡയലോഗ് അടിക്കാനൊന്നും രേവന്ത് റെഡ്ഡി നിന്നില്ല. ഒരൊറ്റ ചിരി കൊണ്ട് കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ആ വേദിയിൽ പിണറായി VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ കാണുമ്പോൾ ചിരിക്കുകയും കൈ കൊടുക്കുകയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ അടുത്തേക്ക് പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ രേവന്ത് റെഡ്ഡിക്ക് മുന്നിലേക്ക് അത്ര അങ്ങോട്ട് വെളിപ്പെട്ടില്ല. എന്താണോ എന്തോ. കാരണം ഡയലോഗ് അടിച്ചത് ഒന്നൊന്നര കൂര പൊട്ടുന്ന ബിൽഡപ്പ് ആയിരുന്നല്ലോ കൊടുത്തത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കാണണം, അപ്പൊ കാണിച്ചു തരാമട ഡാഷ് മോനെ രേവന്തേ എന്നായിരുന്നു വിളിച്ചത്. പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ രേവന്തേ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ കമ്മി ഗ്രൂപ്പുകൾ അങ്ങ് ഉണർന്നു. കണ്ടില്ലേ, ഞങ്ങളുടെ മുഖ്യമന്ത്രി വേറെ ലെവലാണടാ, ഇരട്ട ചങ്കനാണടാ, സൂര്യനാണടാ, ചന്ദ്രനാണടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ പിണറായിക്ക് ഇങ്ങനെ ആവേശം കയറ്റി ഇരട്ട ചങ്കനാണ് ആണ് എന്ന് പറയിപ്പിച്ച് ആ മനുഷ്യൻ്റെ കൊട്ടത്തേങ്ങ ഇപ്പോൾ അടിച്ചുപോയ അവസ്ഥയിലാണ്. കാരണം ഇരട്ട ചങ്കിന് പകരം 2 കൊട്ടത്തേങ്ങയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള പരിഹാസമുണ്ട്. അതിനിടയിലാണ് രേവന്ത് വന്ന് വീണ്ടും പണി കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് VD സതീശനെ കണ്ട് അഭിനന്ദിച്ച് ഒരു ആശംസ പറഞ്ഞിട്ട് ആ വേദിയിൽ നിന്ന് ഇറങ്ങി ഓടണം, അത്രത്തോളം വീർപ്പുമുട്ടലിൽ അവിടെ നിൽക്കുകയായിരുന്നു പിണറായി. അതിനിടയിലാണ് രേവന്തൊക്കെ വന്നു കയറി പിണറായിയുടെ ആത്മവിശ്വാസം ചോർത്തിക്കളഞ്ഞത്. രേവന്ത് റെഡ്ഡി വരും എന്ന് പിണറായി കരുതിയില്ല. പക്ഷേ വന്നത് പിണറായിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളെല്ലാം ഈ കനലൊരു തരി കെട്ട് വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. എന്തായാലും ഇനി അടുത്ത 5 വർഷം അത് ഞങ്ങളുടെ കൈകളിൽ എന്ന് ഭദ്രമായിരിക്കും എന്നൊക്കെ UDF പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അത് നമുക്ക് വഴിയെ കണ്ടറിയണം. എന്തായാലും ഇവിടെ
ഇനി കോൺഗ്രസ് ആണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ UDFന്റെ കൈകളിലേക്ക് ഭരണം എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അടിക്കടി രേവന്ത് റെഡ്ഡി വന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെയും പിണറായി വിജയനെ പോ മോനെ വിജയ എന്ന് പറയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കോൺഗ്രസ്സുകാരുടെ ഒരു ആവേശം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. 10 വർഷക്കാലം അധികാരമില്ലാതെ പുറത്തിരുന്നവരാണ്. ലീഗിന്റെ കാര്യവും അതുതന്നെയാണ്. ലീഗ് വൻ ആവേശത്തിലായിരുന്നു. ലീഗിന്റെ കൊടി ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പാറിക്കളിക്കുകയായിരുന്നു. അങ്ങനെ അവർ സർവ്വ അധികാരവും പിടിച്ച് ജനങ്ങളെ സേവിക്കുന്നതിനായി ഇറങ്ങിയിരിക്കുകയാണ്. സേവനമാണോ അതോ ജനങ്ങളെ അടക്കി ഭരിക്കുമോ എന്നൊക്കെയുള്ളത് വഴിയെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾ പിണറായി വിജയനെതിരെ അധികം ചോദ്യം ഉയർത്താതെ പിണറായിയെ ഒന്ന് സേഫാക്കി വിട്ടതുപോലെ VD സതീശന്റെ കാര്യത്തിൽ അത്ര മൃദു സമീപനം സ്വീകരിക്കാൻ സാധ്യതയില്ല. VD സതീശന്റെ ഭാഗത്ത് നിന്ന് ചെറിയ പിഴവുകൾ ഉണ്ടായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പിണറായി വിജയനെ പോലെ അല്ല, VD സതീശന് നേരെ ചാട്ടുളി പോലെ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇറങ്ങി വരും. പിന്നെ പിണറായി വിജയന്റെ കാര്യത്തിൽ പിണറായിയെ ഒരു പേടിയുള്ളത് കൊണ്ട് അവർ മാറി നിൽക്കുമായിരുന്നു. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല. താൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള പ്രഖ്യാപനം VD സതീശൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. VD സതീശന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ ആശംസകൾ അറിയിക്കാൻ എത്തിയവർക്കാർക്കും നിരാശ സംഭവിച്ചിട്ടില്ല. കാരണം പിണറായി വിജയനെ എടുത്തിട്ട് ഒരു വേദിയിൽ രേവന്ത് റെഡ്ഡി, DK ശിവകുമാർ ഉൾപ്പെടെ നേതാക്കൾ കുടയുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു എന്നാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞു പോയ ആൾക്കാർ പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിലൊക്കെ രേവന്തിൻ്റെയും പിണറായിയുടെയും ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ചില വൈറൽ വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പക്ക BGM ഒക്കെ ഇട്ടാണ് കയറ്റിവിടുന്നത്. ഇരട്ടച്ചങ്കൻ ഇതൊക്കെ കണ്ട് എങ്ങനെ സഹിക്കുമോ എന്തോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.